അവിടെ പാട്ട് പാടിയ പോലെ പാട്ടുണ്ട്, പണ്ട് നല്ല പാട്ട്, ബന്ധന വഴിയും കെട്ടുകളഴിയും ആരാധനയെങ്കിൽ അല്ലേ എന്നൊക്കെ പറയുന്നത് പാടാൻ ഭയങ്കര എളുപ്പമാണ്. ബന്ധനം അടിഞ്ഞില്ലേലും പാടാൻ ഭയങ്കര സന്തോഷമാണ്. പക്ഷെ അങ്ങനെ പാടിയ പോകുന്ന ബന്ധനമല്ല ഇത്. ബൈബിള് പറയുന്നത് പാട്ടൊക്കെ നല്ലതാണ്, കൈയടിച്ച് അല്പം വീര്യത്തോടു കൂടിയൊക്കെ ആരാധിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്നവരെല്ലാം വികാരഭരിതരാകും. പക്ഷെങ്കിൽ യഥാർത്ഥമായി ഹൃദയം കൊണ്ട് പാട്ടുപാടി ആരാധിച്ചില്ലെങ്കിൽ ആ കെട്ട് അഴിയുമെന്ന് പാടി സന്തോഷിക്കാൻ പറ്റും, പക്ഷെ കെട്ട് അവിടെ തന്നെ കിടക്കും. ബൈബിള് പറയുന്നത് കെട്ടഴിയാൻ പാടിയ മാത്രം പോരാ, കെട്ടഴിയണമെങ്കിൽ അതിനുമേൽ വ്യാപരിക്കേണ്ട ഒരു ദൈവത്തിന്റെ ബലമുണ്ട്, അതിനുമേൽ വ്യാപരിക്കുന്ന ഒരു ദൈവകൃപയുണ്ട്, അതിനുമേൽ വ്യാപരിക്കേണ്ട ഒരു അഭിഷേകമുണ്ട്. ആ അഭിഷേകം എന്റെ മേൽ വ്യാപരിക്കുമ്പോൾ മാത്രമേ ആ നുകം എന്റെ മേൽ നിന്ന് മാറിപ്പോകുകയുള്ളൂ എന്നാണ് ബൈബിൾ പറയുന്നത്. അപ്പൊ ശ്രദ്ധിക്കണമേ, ഒന്നാമത് മിസ്രൈമിന്റെ നുകം ഇസ്രായേലിന്റെ മേൽ വന്നപ്പോൾ അവർക്ക് വളരെ കയ്പുണ്ടായി. ശ്രദ്ധിക്കണം, എന്തുണ്ടായി? കയ്പ്. ബിറ്റർനെസ് ഉണ്ടോ ആർക്കെങ്കിലും? ബിറ്റർനെസ്, കയ്പ്, മറ്റുള്ളവരുടെ നന്മയിൽ അല്പം കയ്പ്, അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ടുള്ള പിണക്കം, അങ്ങനെ ഏതെങ്കിലും ഒരു ബിറ്റർനെസ് നമ്മളിൽ ആർക്കെങ്കിലും ഉണ്ടായാൽ, എന്നേക്കാൾ ബെറ്ററായ ഒരുത്തൻ വരുമ്പോൾ, എന്നേക്കാൾ ഒരുത്തൻ പ്രയോജനപ്പെടുമ്പോൾ, എന്നേക്കാൾ ഒരുത്തൻ ആദരിക്കപ്പെടുമ്പോൾ, അവനെ കുറിച്ച് ഏതെങ്കിലും വിഷയത്തിൽ ബിറ്റർനെസ് എനിക്ക് വന്നാൽ ബൈബിള് പറയുന്നു ഇത് കേവലം ഒരു ചെറിയ വിഷയമല്ല, മറിച്ച് പിശാചിന്റെ നുകം എന്റെ മേൽ വരുമ്പോഴാണ് മറ്റുള്ളവനോട് എനിക്ക് ബിറ്റർനെസ് ഉണ്ടാകുന്നത്. കമ്പാരിസം, അല്ലെങ്കിൽ ആ കമ്പാരിസത്തിലൂടെ ബിറ്റർനെസ് ഒക്കെ നമ്മുടെ ജനറേറ്റ് ചെയ്യപ്പെടുന്നത് എപ്പോഴും ഈ പിശാചിന്റെ ആ നുകത്തിന്റെ സ്വാധീനത്തിൽ നിന്ന് പ്രതിഫലിക്കപ്പെടുന്ന ചില സ്വഭാവങ്ങളാണ് എന്നാണ് തിരുവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. ഇനി അതിനോട് ചേർന്ന് നിങ്ങൾ ചിന്തിച്ചേ, ഈ നുകം വെക്കാനുള്ള കാരണം എന്താണെന്നറിയാമോ? ഇവര് വർദ്ധിച്ച് പെരുകുകയാണ്. ശ്രദ്ധിക്കുന്നുണ്ടോ? നുകം വെക്കാനുള്ള കാരണം എന്താണ്? ഇവര് വർദ്ധിച്ച് പെരുകുക. വളർച്ച എവിടെ ഉണ്ടോ അവിടെയാണ് പിശാച് നുകം കൊണ്ടുവരുന്നത്. ശ്രദ്ധിക്കുന്നുണ്ടോ? വളർച്ച നിനക്കുണ്ടെങ്കിൽ, നിനക്ക് ഉയർച്ച ഉണ്ടെങ്കിൽ, നിന്റെ ദൈവം മാനിക്കുന്നെങ്കിൽ, ദൈവത്തിനെ ഉയർത്തുന്നെങ്കിൽ, ദൈവത്തിന്റെ പേര് മാറ്റുന്നെങ്കിൽ, ദൈവത്തിന്റെ ജീവിതത്തിൽ ഇടപെടുന്നെങ്കിൽ, ദൈവത്തിനെ ഉയർത്തുവാൻ പദ്ധതി ഇടുമ്പോൾ, നിന്റെ ജീവിതത്തിലെ സാഹചര്യങ്ങളെ സ്വർഗം മാറ്റുവാൻ തുടങ്ങുമ്പോൾ എപ്പോഴും ഓർത്തോളം അതിൽ അസൂയ ഉണ്ടാകുന്ന ഒരുവനെ ഈ ഉലകത്തിലുള്ളൂ. അവനാണ് നമ്മുടെ ശത്രു, അവനാണ് പിശാച്. പിശാചിന്റെ പ്രത്യേകത എന്നുള്ളത് വളർച്ചയുള്ള മേഖലയിൽ ഒരു തടവിടാൻ അവനെപ്പോഴും അവന്റെ കരം ചലിപ്പിക്കും. എന്നാൽ ഇന്ന് പകല് ദൈവസഭയെ ഓർക്കണം, എന്റെ വളർച്ച ദൈവഹിതമാണെങ്കിൽ അതിന് പിന്നെ പ്രവർത്തിക്കുന്ന ഒരു കരമുണ്ടാകും. എന്നാൽ ആത്മാവ് പറയുന്നു അതിനെ കുടഞ്ഞു കളയണം. എന്ത് ചെയ്യണം? കുടഞ്ഞു കളയണം. ഇസ്ഹാക്ക് പറയാണ്, നിനക്കത് കുടഞ്ഞു കളയുവാൻ ഒരവസരമുണ്ടാകും. എത്ര നാളും നിന്റെ മേൽ പിശാച് നുകം വെച്ചാലും ഈ നുകത്തെ ഒരു നാൾ കുടഞ്ഞു കളയുവാൻ ഒരവസരം നിനക്ക് ലഭിക്കുമ്പോൾ ഇതിനെ കുടഞ്ഞു കളയണം. ചിന്തിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഇന്നലകളിലെ പ്രാർത്ഥന കുറയുന്നു, ഇന്നലകളിൽ ആരാധന കുറയുന്നു, ഇന്നലകളിൽ സമർപ്പണം കുറഞ്ഞു പോയോ? ഇന്നലകളിൽ ഉപവസിക്കുന്നവർക്ക് ഉപവസിക്കാൻ സമയമില്ല. ജോലി തിരക്കുകൾ കൊണ്ട് ആത്മീക ജീവിതത്തിൽ പലയിടത്ത് കോംപ്രമൈസ് ചെയ്യുന്ന ആരെങ്കിലും ഇന്ന് പകല് ദൈവവചനം ശ്രദ്ധിക്കുന്നെങ്കിൽ ഇന്ന് പകൽ ഓർത്തോണം, നീ അറിയാതെ നിന്റെ മേലൊരു നുകം പിശാച് വെക്കുകയാണ്. എവിടെ വളർച്ച ഉണ്ടാകുന്നു ആ വളർച്ചയ്ക്ക് ഒരു തടങ്കലായിട്ടാണ് അവരെ നുകം വെളിപ്പെട്ടു വരുന്നത്. എന്റെ പ്രാർത്ഥന ഇന്നലെയേക്കാൾ മെച്ചപ്പെടുന്നില്ലെങ്കിൽ അതിനർത്ഥം ഞാൻ അറിയാത്തൊരു ഇൻവിസിബിൾ യോക്ക് എന്റെ മേൽ പിശാച് കൊണ്ടുവരികയാണ്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? സ്തോത്രം കുറഞ്ഞു പോകരുത്, സ്തോത്രം കുറഞ്ഞു പോകരുത്, പാട്ട് കുറഞ്ഞു പോകരുത്, ഇന്നലകളിൽ പ്രാപിച്ച അഭിഷേകം ഒട്ടും കുറയരുത്, ഇന്നലകളിലെ ആവേശങ്ങൾ കുറഞ്ഞു പോകരുത്. ഇന്നലകളിൽ കൈയടിച്ച് ആരാധിച്ച് ബലം പ്രാപിച്ച് ആരാധന കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോൾ ആത്മവീര്യത്തോടെ അഭിഷേകത്തോടെ മടങ്ങിപ്പോകുന്ന അനവധി പേർക്ക് ഇപ്പോൾ പാടുവാൻ കഴിയുന്നില്ല, കൈയടിക്കാൻ കഴിയുന്നില്ല, സ്തോത്രം ചെയ്യാൻ കഴിയുന്നില്ല, ആത്മശക്തി പ്രാപിപ്പാൻ കഴിയുന്നില്ല. എത്ര പാട്ട് പാടിയിട്ട് നിനക്കൊരു ആത്മസന്തോഷമില്ല. ബൈബിള് പറയുന്നു ആ സന്തോഷത്തെ കെടുത്തി കളയുന്നത് പിശാചിന്റെ നുകത്തിന്റെ പ്രത്യേകതയാണ്. ഇസ്രായേൽ മക്കൾ വളരുന്നു
എന്നറിഞ്ഞപ്പോഴാണ് മിസ്രയീം എന്ന നുകം അവരുടെ മേൽ വന്നത്. സഭാ വളർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ എത്ര പേരുണ്ട്? അല്ലെങ്കിൽ 10 പേര് മതിയോ കർത്താവിന്റെ സന്നിധിയിൽ ഇങ്ങനെ ഇരുന്ന് ആരാധിച്ചു പോകാൻ? എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട്? ആ പ്രാർത്ഥന നമുക്ക് കുറഞ്ഞു പോകരുത്. കാര്യം നമ്മുടെയൊക്കെ സഭ വളർന്നില്ലെങ്കിലും അതിനോർത്തണം ഇതിന്റെ പിന്നിലും ഒരു ദുഃഖമുണ്ട്. നമ്മുടെ വളർച്ചയാണ് പിശാചിന്റെ ടാർഗറ്റ്. നമ്മൾ വളരുന്നു എന്നറിയുമ്പോഴാണ് പിശാചിന്റെ നുകം നമ്മുടെ മേൽ ആ പിശാച് കൊണ്ടുവരുവാനിടയാകുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ നുകത്തെ കുടഞ്ഞു കളഞ്ഞു വളരുവാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ഘടകം മറ്റൊന്നുമല്ല. യെശയ്യാ പ്രവചനം 10:27 പറയുന്നു, അഭിഷേകത്താൽ നുകങ്ങൾ എന്ത് ചെയ്യും? നശിച്ചു പോകും. അങ്ങനെയല്ലേ? അഭിഷേകത്താൽ നുകങ്ങൾ നശിച്ചു പോകും, തകർന്നു പോകുമെന്നാണ്. അഭിഷേകം എന്ന് പറയുന്ന പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഏതെങ്കിലും ഒലിവെണ്ണ കൊണ്ടുവന്ന് തലയിലൊഴിച്ച് ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി നിയോഗിക്കുന്ന ആ ഓയിലിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. അനോയിന്റിംഗ് എന്ന് പറയുന്ന പദത്തിന്റെ യഥാർത്ഥ അർത്ഥം എന്ന് പറയുന്നത് സെറ്റ് അപ്പാർട്ട് ഫോർ ഗാഡ് ഫോർ എ സ്പെഷ്യൽ പർപ്പസ് എന്നാണ്. ദൈവത്തിന് വേണ്ടി ഒരു പ്രത്യേക ഉദ്ദേശത്തിനായി വേർതിരിക്കപ്പെട്ടവനാണ് അനോയിന്റഡ്. മനസ്സിലാകുന്നുണ്ടോ? അഭിഷേകം എന്നൊക്കെ പറയുമ്പോൾ ഒരു കാര്യം മറക്കരുത്. അഭിഷേകം എന്ന് പറയുന്നത് നമ്മുടെ മേൽ ഏതെങ്കിലും ഒരു വസ്തു തലയിൽ ഒഴിക്കപ്പെടുന്നതല്ല. മറിച്ച് അഭിഷേകം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി ആരെങ്കിലും ദൈവം മറ്റൊരു പ്രവൃത്തിക്കായി മാറ്റി നിർത്തിയാൽ, സെറ്റ് അപ്പാർട്ട് ചെയ്താൽ അവനെ പറയുന്ന പേരാണ് അനോയിന്റഡ് വൺ. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അഭിഷേകം പ്രാപിച്ചവരെല്ലാം സെറ്റ് അപ്പാർട്ടായിരിക്കും. അവനെപ്പോഴും മറ്റുള്ളവരെക്കാൾ പ്രത്യേകത ഉണ്ടാകും. മറ്റുള്ളവനെ പോലെ അവൻ ഇടപെടാൻ കഴിയില്ല, മറ്റുള്ളവനെ പോലെ സംസാരിക്കാൻ കഴിയില്ല, മറ്റുള്ളവരെ പോലെ പലയിടങ്ങളിലും അവൻ ഒതുങ്ങാൻ കഴിയില്ല. അഭിഷേകമുള്ളവൻ ഒരു സ്പെഷ്യൽ പർപ്പസിനായി സ്വർഗം വേർതിരിച്ചവനെയാണ് അഭിഷേകമുള്ളവൻ എന്ന് പറയുന്നതെങ്കിൽ ബൈബിൾ പറയുന്നു, അഭിഷേകം എന്റെ മേലുണ്ടെങ്കിൽ എന്റെ മേൽ പിശാചിന് നുകത്തെ വെക്കാൻ കഴിയില്ല. ആ നുകത്തെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അഭിഷേകം കൊണ്ട് ഉടച്ചു കളയാൻ പറ്റും. അപ്പൊ നമ്മുടെ മേൽ അഭിഷേകമുണ്ടോ എന്ന ഉറപ്പ് ഇന്ന് വൈകിട്ടത്തെ യോഗത്തിൽ നമുക്കുണ്ടാകണം. ആ ഉറപ്പ് പ്രാപിച്ചാൽ ഒരു ശത്രുവിന് നമ്മുടെ മേൽ അവരെ നുകത്തെ വെക്കാൻ കഴിയില്ല. നമ്മുടെ തലമുറയുടെ മേൽ, നമ്മുടെ കുടുംബത്തിന്റെ മേൽ, സഭയുടെ മേൽ അവന്റെ ആധിപത്യം ഉണ്ടാകുവാൻ അനുവദിക്കാതെ വണ്ണം അഭിഷേകം പ്രാപിച്ചവർ ആ നുകത്തെ ഉടച്ചു കളയുമെന്ന് തിരുവചനം പ്രസ്താവിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടത് വ്യക്തിപരമാണ് കേട്ടോ. അത് വ്യക്തിപരമായിട്ട് നാം ആ വിഷയങ്ങളിൽ ജാഗ്രതയുള്ളവരായി തീരുവാൻ നാം ഇടവരണം. കാരണം നമ്മളെ ദൈവം തന്റെ പ്രവൃത്തിക്കായി വേർതിരിച്ചതാണ്. പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു രാജാവ് തന്റെ സ്വന്തം രാജ്യത്തിൽ ആ ദേശത്ത് പാർക്കുന്നവരെങ്ങനെ ഇരിക്കുന്നുവെന്നറിയുവാൻ ഒരിക്കൽ കുതിരപ്പുറത്തൊരു സവാരി നടത്തുകയാണ്. ഓരോ ചെറിയ ചെറിയ വഴികളിലൂടെ രാജാവ് കുതിരപ്പുറത്ത് എല്ലാ വില്ലേജുകളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. അങ്ങനെ യാത്ര ചെയ്തു വരുമ്പോൾ ഒരു പ്രത്യേക ഒരു പോട്ടറിന്റെ ഒരു വീടിന്റെ മുന്നിൽ രാജാവ് വന്ന് കുതിര നിർത്തി. എന്താ പോട്ടർ? കുശവൻ. രാജാവ് ആ വീടിന്റെ മുറ്റത്തേക്ക് നോക്കുമ്പോൾ നിരവധി പാത്രങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്, മനോഹരമായ പാത്രങ്ങൾ. ഇതൊരു നല്ല കൗതുകമായി രാജാവിന് തോന്നി. രാജാവ് കുതിരപ്പുറത്ത് നിറങ്ങി അവിടെ ആ കുശവൻ, ആ പോട്ടർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന രസകരമായ വിശേഷമായ എല്ലാ പാത്രങ്ങളും വളരെ അടുത്തു വന്ന് രാജാവ് പരിശോധിക്കാൻ തുടങ്ങി. നിരവധി പാത്രങ്ങൾ വെച്ചിട്ടുണ്ട്. അതെല്ലാം പരിശോധിച്ചു വരുമ്പോൾ എല്ലാ പാത്രങ്ങളെക്കാളും ഒരു പ്രത്യേകതയുള്ള ഒരു പാത്രം തന്റെ രാജാവിന്റെ ശ്രദ്ധയിലേക്ക് വരികയാണ്. രാജാവ് വേഗത്തിൽ ആ പാത്രത്തിന്റെ ഭംഗി കണ്ട് ഓടി വന്ന പാത്രം കയ്യിലേക്ക് എടുത്ത് പൊക്കിയപ്പോൾ ഈ പാത്രം ഉടഞ്ഞുപോയി. കാര്യം കുശവൻ ഈ പാത്രം ഉണ്ടാക്കേണ്ട അധിക സമയം ആയില്ല. ഭംഗി കൊണ്ട് കൗതുകമായി തോന്നിയ ഒരു പാത്രത്തെ രാജാവ് കൈകൊണ്ട് കോരിയെടുത്തപ്പോഴേക്ക് ഈ പാത്രം എന്ത് ചെയ്തു? ഉടഞ്ഞുപോയി. മറ്റ് അതുപോലൊരു പാത്രം ആ കുശവൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു പാത്രങ്ങളിലും അത്രയും ഭംഗി കാണുവാൻ കഴിയാതെ ആ പാത്രത്തിൽ ആകർഷിതനായി ആ പാത്രം എടുത്ത് പൊക്കി പാത്രം ചീത്തയിക്കഴിഞ്ഞപ്പോൾ രാജാവിന് വളരെ പ്രയാസം തോന്നി. രാജാവ് ആ വീട്ടിലെ കുശവനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാനൊരു രാജാവായിരിക്കെ ഞാനൊരു വലിയ ഒരു തെറ്റ് ചെയ്ത ഒരു കുറ്റബോധം എന്നിൽ ഉണ്ടായി.
നീ ഉണ്ടാക്കി വെച്ച ഈ മനോഹരമായ മറ്റെല്ലാ പാത്രങ്ങളെക്കാളും വിശേഷമായി എനിക്ക് തോന്നിയ ഈ പാത്രത്തെ ഞാൻ എടുത്തപ്പോൾ ഈ പാത്രം കയ്യിൽ നിന്നുടഞ്ഞു പോയി. ഉടനെ കുശവനോട് പറഞ്ഞു, ഇതിന് എത്ര പൈസ ഇതിന്റെ പിന്നിൽ ചെലവായാലും ആ പൈസ ഞാൻ താങ്കൾക്ക് തരാമെന്ന് പറഞ്ഞൊരു നിശ്ചിത എമൗണ്ടിനേക്കാൾ കൂടുതൽ സ്വർണ്ണ നാണയങ്ങൾ രാജാവ് ആ കുശവന്റെ കയ്യിൽ കൊടുത്ത് രാജാവ് അവിടെ നിന്ന് യാത്ര തിരിച്ചു. കുറെ നാളുകൾ ഇങ്ങനെ പോയി. അനേകര് വന്ന് ഈ പാത്രങ്ങൾ, കുശവന്റെ വീട്ടിൽ വെച്ചിരിക്കുന്ന പാത്രങ്ങൾ വാങ്ങിക്കാൻ അന്യദേശത്ത് നിന്നൊക്കെ ആൾക്കാർ വരുമ്പോൾ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ട ഒരു പാത്രം മാത്രം അവിടെ ഉടഞ്ഞു കിടക്കുന്നു. ഉടനെ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി, ഈ പാത്രം എന്താ ഇവിടെ ഉടഞ്ഞു കിടക്കുന്നത്? ഉടനെ ഇദ്ദേഹം പറഞ്ഞു, പണ്ടൊരു ദിവസം രാജാവ് വന്നപ്പോൾ രാജാവ് കൈകൊണ്ട് പൊക്കിയ പാത്രമാണ്, ആ പാത്രം ഉടഞ്ഞു പോയതാണ്. ഇങ്ങനെ പറഞ്ഞു ദേശം മുഴുവൻ രാജാവ് കൈ കൊണ്ട് ഉടഞ്ഞു പോയ പാത്രം അവിടെ വളരെ ഫേമസ് ആയി. പിന്നെ ഈ മറ്റ് ഉണ്ടാക്കി വെക്കപ്പെട്ട പാത്രങ്ങളെക്കാൾ വിലമതിക്കാനാകാത്ത വിലയുള്ളൊരു പാത്രമായി ആ പാത്രം മാത്രം വിശേഷപ്പെടുകയാണ്. കാരണം ഇത് രാജാവിന്റെ കൈകൊണ്ട് ഉടഞ്ഞു പോയ പാത്രം എന്ന നിലയിൽ ആ പാത്രം ദേശത്തെല്ലാം വളരെ ഫേമസ് ആയി. മറ്റു മനോഹരമായി ഉടയാത്ത പാത്രങ്ങൾക്ക് ആൾക്കാർ പറയാത്ത വൻ തുക, വൻ വില ഈ പാത്രത്തിന് കൊടുക്കാമെന്ന് ഈ മനുഷ്യനോട് അന്യ രാജ്യങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ വന്ന് പറയാൻ തുടങ്ങി. കാരണം ഈ പാത്രം നിലവിൽ ഉടഞ്ഞു കിടക്കുകയാണെങ്കിലും ഈ പാത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ പാത്രം ഉടഞ്ഞത് ഒരു മഹാരാജാവിന്റെ കൈ കൊണ്ടാണ്. മനസ്സിലാകുന്നുണ്ടോ? ഉടയാത്ത നിരവധി പാത്രങ്ങൾ അവിടെ ഉള്ളപ്പോഴും മറ്റുള്ളവരുടെ ശ്രദ്ധ ഉടഞ്ഞുപോയ പാത്രത്തിലേക്ക് വരുവാൻ കാരണമായത് രാജാവിന്റെ കൈ കൊണ്ട് ഈ പാത്രം ഉടഞ്ഞത് കൊണ്ടാണെങ്കിൽ, ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് പകൽ ഞാനും നിങ്ങളും ഈ ലോകത്തിൽ ഒരു വിലയുമുള്ളവരല്ലെങ്കിലും യേശുവിന്റെ അഭിഷേകം കൊണ്ടോ അവന്റെ സ്പർശനം കൊണ്ടോ അവന്റെ അനുഗ്രഹങ്ങൾ കൊണ്ടോ നമ്മുടെ ജീവിതത്തിൽ അവന്റെ കരം നമ്മുടെ മേൽ ചലിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പകല് നാം വിശേഷപ്പെടുവാൻ, നാം ആദരിക്കപ്പെടുവാൻ, ഞാൻ ഉയർത്തപ്പെടുവാൻ ഏറ്റവും വലിയ കാരണം കാഴ്ചയിൽ ഭംഗിയില്ലെങ്കിലും രാജാവ് തൊട്ട മാത്രമായത് കൊണ്ടാണ്. എത്ര പേർക്ക് ഇന്ന് പകല് മനസ്സിലാകുന്നുണ്ട്? എന്റെ ജീവിതത്തിലെ അനുഗ്രഹം രാജാവിനെ തൊട്ടത് കൊണ്ടാണ്. എന്റെ തലമുറയുടെ വിടുതൽ രാജാവിന്റെ കരം ചലിച്ചത് കൊണ്ടാണ്. എനിക്ക് പാടുവാൻ കഴിയുന്നത് രാജാവിനെ തൊട്ടത് കൊണ്ടാണ്. ഞാൻ പ്രസംഗിക്കുന്നത് രാജാവിനെ തൊട്ടത് കൊണ്ടാണ്. ഞാൻ ഈ പട്ടണത്തിൽ വന്നത് രാജാവിനെ തൊട്ടത് കൊണ്ടാണ്. മറ്റുള്ളവരെക്കാൾ അധികമായി ഞാൻ ഉയർത്തപ്പെടുന്നത് രാജാവിനെ തൊട്ടത് കൊണ്ടാണ്. വിശ്വസിക്കുന്നവരെ വലതുകരം ഉയർത്തിക്കേ. കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് സ്വർഗത്തിന് ദൈവത്തിനെ അഭിഷേകം ചെയ്തില്ലേ? മറ്റു പലർക്കും കഴിയാത്തത്, മറ്റു പലർക്കും മുന്നിൽ വരാതിരിക്കുമ്പോൾ ഈ യുണൈറ്റഡ് കിങ്ഡത്തിലേക്ക്, ഈ മഹാരാജ്യത്തിലേക്ക് നീ ഇവിടെ കയറി വരുവാൻ, നിന്റെ കാലിവിടെ കുത്തുവാൻ ഇടവന്നതിന്റെ പിന്നിൽ നീ അറിയാത്തൊരു കരം നിലവിൽ ചലിച്ചുവെന്ന് ഇന്ന് പകരം വിശ്വസിക്കുന്നെങ്കിൽ ആ കരങ്ങളടിച്ച് അല്പസമയം ദൈവത്തെ ആരാധിക്കുക. എന്നെ യേശു തൊട്ടതാണ്. കൈയടിച്ച് ഓ ശബ്ദം യേശുവിന്റെ നാമത്തിൽ അവൻ തൊട്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ അവനെ കണ്ടതാണ് ഉറപ്പുണ്ടെങ്കിൽ അവന്റെ അഭിഷേകം എന്റെ മേലുണ്ടെന്ന് എനിക്ക്
നിരവധി നന്മകൾ പറയാനില്ലേ, നിരവധി നന്മകൾ പറയാനില്ലേ. കഴിഞ്ഞ ദിവസം ശ്രീജി ബ്രദറുമായി ഞാൻ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞു, മാസേ യുണൈറ്റഡ് കിങ്ഡത്തിൽ വരുവാൻ ഒരു ശ്രേഷ്ഠതയും എനിക്കില്ലായിരുന്നു, ഒരു കഴിവും എനിക്കില്ലായിരുന്നു, അതിനുള്ള പ്രാപ്തി എനിക്കില്ലായിരുന്നു, അതിനുള്ള വിദ്യാഭ്യാസം എനിക്കില്ലായിരുന്നു. എന്നിട്ട് അടുത്തൊരു വാക്ക് അദ്ദേഹം പറഞ്ഞത്, എന്നാൽ കർത്താവ് എന്നെ മാനിച്ചു. സ്തോത്രം, 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 ഹല്ലേലൂയ. എന്നാൽ കർത്താവ് എന്നെ മാനിച്ചു. ഇതൊരു വലിയ സംഭവമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, യുണൈറ്റഡ് കിങ്ഡം. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, രാജാവിന്റെ കൈ കൊണ്ട് നിന്നെ തൊട്ടതാണ് നീ വിലമതിക്കാൻ തയ്യാറായത്, നീ വിലമതിക്കുന്ന ഒന്നായി മാറിയത്. മറ്റുള്ളവർ നിന്നെ ശ്രദ്ധിക്കുവാൻ തുടങ്ങിയത്, മറ്റുള്ളവർ നിന്നെ പുകഴ്ത്തുവാൻ തുടങ്ങിയതിന് പിന്നിൽ മറ്റാരുടെ കരമല്ല, രാജാവിന്റെ കരമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, അവനൊപ്പം പറയാൻ ആരുമില്ല, അവനെ പോലെ ആരാധ്യൻ ആരുമില്ല. ആ പാട്ട് പാടുമ്പോൾ നമ്മുടെ കണ്ണ് നിറയണം, നമ്മുടെ ഭംഗി നോക്കാതെ, നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ പാരമ്പര്യം ഒന്നും നോക്കാതെ ആ രാജാവിന്റെ കരം നമ്മളെ കാണുകയാണ്. ഇന്ന് ആ പാത്രത്തിന് ശ്രേഷ്ഠതയും മാന്യതയും ഒക്കെ ഉണ്ടായത് ഒറ്റ കാരണത്താലാണ്. ഇപ്പോൾ നിലവിൽ ആ പാത്രത്തിന് ഒരു ഷേപ്പും ഇല്ല, ആ പാത്രം ഉടഞ്ഞു കിടക്കുകയാണ്. പക്ഷെങ്കിൽ മറ്റ് നല്ല പാത്രങ്ങളെക്കാൾ ഈ പാത്രത്തിന് വിലയുണ്ടായത് ഒറ്റ കാരണത്താലാണ്, രാജാവിന്റെ കരങ്ങൾ കൊണ്ട് ഈ പാത്രം ഉടഞ്ഞതാണ്. പണ്ടൊരു സിനിമ നടി കടിച്ചൊരു ആപ്പിളിന്റെ വിലയും കണ്ട് ലക്ഷങ്ങൾ മതിക്കുന്നതായിരുന്നു എന്നാ പറയുന്നത്. ഒരു സിനിമാ നടി കടിച്ചേച്ച് കളഞ്ഞ ഈ ആപ്പിളിന് ലക്ഷങ്ങളുടെ വില പറഞ്ഞെന്ന് മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ നമ്മുടെ ഈ പട്ടണത്ത്, നമ്മുടെ രാജ്യങ്ങളിലേക്ക് ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഈ സിനിമാ നടന്മാരിട്ട ഉടുപ്പിന്റെ വില, അല്ലെങ്കിൽ അവരെ കളഞ്ഞ സാധനത്തിന്റെ വില, അതിന്റെയൊക്കെ പുറകെ ഒത്തിരി ആരാധകര് പോകുന്നു. എന്നാൽ നമ്മുടെയൊക്കെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? നമ്മളെയൊക്കെ രാജാവ് തൊട്ടത് കൊണ്ടാണ് നമ്മൾ ഇന്ന് പകല് കർത്താവിനെ ആരാധിക്കുന്നത്. അങ്ങനെ ഒരു 100 കണക്കിന് സാക്ഷ്യം നമുക്ക് പറയാനുണ്ടല്ലേ, രാജാവ് തൊട്ട കഥകൾ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അഭിഷേകം എന്റെ മേലുണ്ടെങ്കിൽ അഭിഷേകം കൊണ്ട് എനിക്ക് എന്ത് ചെയ്യുവാൻ കഴിയും? എന്റെ മേലുള്ള നുഖത്തെ എനിക്ക് കുടഞ്ഞു കളയുവാൻ കഴിയും. എനിക്ക് സമയം പോകുന്നല്ലോ. അപ്പൊ ഒന്നാമത്തെ നുഖം, മനുഷ്യന്റെ മേൽ വെച്ചുവെന്ന് ബൈബിൾ ചിത്രീകരിക്കുന്ന ഒന്നാമത്തെ നുഖം എന്നുള്ളത് മിസ്രയീം നുഖമാണ്. മിസ്രയീം നുഖത്തിലാണ് ബിറ്റർനെസ് ഉണ്ടാകുന്നത്. മിസ്രയീം നുഖത്തിലാണ് വളർച്ചയ്ക്ക് വിരോധമായി പിശാച് പോരാടുന്നത്. നമ്മുടെ വളർച്ച ഇന്നലെയേക്കാൾ ഇന്ന് നമ്മുടെ ഗ്രാഫ് മുകളിലേക്കല്ല, അത് താഴേക്കാണെങ്കിൽ ഓർത്തോണം, എവിടെയൊക്കെയോ പിശാചിന്റെ നുഖം എന്റെ മേൽ ഞാൻ അറിയാത്ത ഇൻവെസ്റ്റിബിൾ മേഖലയിൽ ചലിക്കുന്നു. അതിനെ കുടഞ്ഞു കളയുവാൻ ഇന്ന് പകൽ അഭിഷേകം ദൈവമക്കൾ പ്രാപിക്കണം. ഇന്നലകളിലെ അഭിഷേകത്തിന്റെ കഥകൾ പാടി നടന്നിട്ട് കാര്യമില്ല. പുതിയ അഭിഷേകം, പുതിയ എണ്ണ നമ്മുടെ ദൈവം ഏൽപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. അതിനെ പ്രാർത്ഥിക്കുകയും വാഞ്ചിക്കുകയും ഒക്കെ ചെയ്യണം. അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് വരുമ്പോൾ, ഇന്നലകളിലെ ഒരു ഓർഡിനറി വിശ്വാസിയായിട്ട് ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ വന്ന് കൈയടിച്ചു പോകാനല്ല നമ്മളെ വിളിച്ചത്. നമ്മളെ ഒരു വിശേഷമായ പർപ്പസിലേക്ക് ദൈവം കൊണ്ടുവരാനാണ് ഇവിടെ വിളിച്ചത്. ഇന്ന് പകൽ ഇവിടെ വരുന്നതും എന്റെ പർപ്പസ് അല്ല, ദൈവം നിന്നെ ഇവിടെ കൊണ്ടുവന്നതാണ്. അങ്ങനെ വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ദൈവം എന്നെ കൊണ്ടുവന്നതാണെന്ന്. സമയമുണ്ടായത് കൊണ്ട് ഞാൻ വന്നതല്ല, സ്വർഗത്തിലെ ദൈവം എന്നെ ഇവിടെ കൊണ്ടുവന്നതാണ്. എന്തിനാണെന്ന് അറിയാമോ? മറ്റുള്ളവരെ തൊടാത്ത ഒരു കരം എന്റെ മേൽ രാജാവ് തൊടും. ഞാൻ പറഞ്ഞു വിടുകയാണ്, മുന്നോട്ട് പോവുകയാണ്. അടുത്ത തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് മറ്റൊരു നുഖത്തെ കുറിച്ച് ബൈബിൾ പറയുന്നത്. അത് പ്രവചന പുസ്തകത്തിൽ ഒരു വാക്യം, യെശയ്യാ പ്രവചനം 9-ാം 4-ാമത്തെ വേദഭാഗം, 9:4 യെശയ്യാ പ്രവചനം. കണ്ടോ, ഒന്നാമത്തേത് മിസ്രയീമിലെ നുഖം ദൈവമുടെ ഓടിച്ചു കളഞ്ഞു എന്നാണ്. മിസ്രയീമിലെ നുഖം എന്ന് പറയുന്നത് വളർച്ചയ്ക്ക് വിരോധമായി പോരാടുന്ന നുഖം. ശ്രദ്ധിക്കണം, ഇതൊക്കെ കുറിച്ചിട്ടാ പോലെ ഇതൊക്കെ നമ്മുടെ ജീവിതത്തോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്ന ദൂതുകളായിട്ട് മാറണം. എന്റെ വളർച്ചയ്ക്ക് വിരോധമായിട്ടാണ് മിസ്രയീം നുഖം പ്രവർത്തിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ കുടുംബ പശ്ചാത്തലങ്ങളൊക്കെ ഓർത്തോണം. പ്രാർത്ഥനയിൽ നമുക്ക് വർദ്ധിക്കുവാൻ കഴിയണം, കുടഞ്ഞു കളയണം ആ നുഖത്തെ. കാരണം കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഈ നുഖം പിശാച് നമ്മുടെ മേൽ വെച്ചുകൊണ്ട് അവന്റെ അടിമത്വത്തിൽ കുടുങ്ങിപ്പോകാനല്ല, മറിച്ച് നാം ആ നുഖത്തെ എന്ത് ചെയ്യണം? കുടഞ്ഞു കളയുവാൻ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. യെശയ്യാ 9:4 നമ്മൾ വായിക്കുന്നത് മിദ്യാന്യ നുഖം എന്നാണ്. 6:1 വായിച്ചേ.
ന്യായാധിപന്മാർ പുസ്തകം 6-ാം അധ്യായം 1-ാം വാക്യം. ബുക്ക് ഓഫ് ജഡ്ജസ് ചാപ്റ്റർ 6 വേഴ്സ് 1.